മീഡിയ നെറ്റിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മൾ അടിമാലിയിൽ നടക്കുന്ന സെവൻസ് ഫുട്ബോളിനെ സംബന്ധിച്ചാണ് ചർച്ച. എന്താണ് അടിമാലിയിൽ ഇത്തരം ഒരു കൂട്ടായ്മയ്ക്കും അത്തരം ഒരു സംസ്കാരത്തിനും പിന്നിൽ? ഇന്നത്തെ ചർച്ച അടിമാലിയിലെ ഫുട്ബോൾ ക്ലബ്ബും കളിയും. അടിമാലിയിൽ നടക്കുന്ന സെവൻസ് ഫുട്ബോളിൻ്റെ, പ്രത്യേകിച്ച് പവർ ഹൗസ് FC ക്ലബിൻ്റെ സെക്രട്ടറിയാണ്. കൂടാതെ അഖിലേന്ത്യാ സെവൻസിൻ്റെ ഭാരവാഹി കൂടിയാണ്. സ്വാഗതം സാർ. ഇപ്പോൾ അടിമാലിയിൽ കഴിഞ്ഞ 8-ാം തീയതി മുതൽ നടക്കുന്ന ഒരു വലിയ ഫുട്ബോൾ ക്ലബിൻ്റെ കീഴിലുള്ള ഫുട്ബോൾ മത്സരം നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ ആളുകൾ അറിഞ്ഞിട്ടുണ്ട്. ആളുകൾ അതിനോട് വലിയ ആവേശവും കാണിക്കുന്നുണ്ട്. അടിമാലി ഹൈസ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു ഒരു കാലത്ത് ഇത് നടന്നത്. പക്ഷേ ഈ വർഷം ആദ്യമായിട്ട് അത് ഈസ്റ്റേൺ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിൽ? എന്താണ് ഈ പവർ ഹൗസ് FC ക്ലബ് എന്ന് പറഞ്ഞാൽ? ഇതിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് ഈ സെവൻസ് മത്സരം നടത്തുന്നതിന് ഈ SFAയുടെ, അതായത് സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ അംഗീകൃതമായ സെവൻസ് ആണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ ഇത് നടത്തുന്നതിന് ഈ SFAയുടെ കുറച്ച് നിയമാവലികളുണ്ട്. 60 മീറ്റർ നീളവും 40 മീറ്റർ വീതിയും വേണം. പിന്നെ ഗ്യാലറി വേണം, ലൈറ്റ്, അതിന് പ്രത്യേകം സൗണ്ട്, അങ്ങനെ കുറെ പ്രാഥമികമായ നിബന്ധനകളുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഈ പരിപാടി, ഈ മത്സരങ്ങൾ ഇവിടെ അടിമാലിയിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പോയി ഞങ്ങൾ അപ്പോൾ ഗ്രൗണ്ട് അളന്നു നോക്കി. അപ്പൊ നമുക്ക് 60-40 കിട്ടുന്നുണ്ടെങ്കിലും ഗ്യാലറി പണിയുന്നതിനുള്ള ഒരു സൗകര്യം ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലില്ല. പ്രധാനമായിട്ടും നമ്മുടെ അടിമാലിയെ സംബന്ധിച്ച് ഒരു ഗ്രൗണ്ട്, നല്ലൊരു കളിസ്ഥലം ഇല്ലാത്തത് തന്നെ ഒരു വലിയ പോരായ്മയാണ്. അങ്ങനെ ആ പോരായ്മയെ എങ്ങനെ അതിജീവിക്കും എന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോഴാണ് ഈസ്റ്റേൺ നവാസിഖാനെ ഞങ്ങൾ സമീപിക്കുകയും അദ്ദേഹം സന്തോഷത്തോടെ ഗ്രൗണ്ട് വിട്ടുവരികയും ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ഈസ്റ്റേൺ സ്കൂളിലേക്ക് ഈ മത്സരങ്ങൾ മാറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനു മുമ്പ് ഈസ്റ്റേണിൽ ഇത്രയും സൗകര്യം ഉണ്ടായിട്ടും അവിടെ ഫുട്ബോളിന്റെ മറ്റു കളികൾ ഇതിനു മുമ്പ് നടന്നിട്ടില്ല. സ്കൂളിലെ കുട്ടികൾ കളിച്ചതല്ലാതെ മറ്റു പൊതുജനങ്ങൾക്കിടയിൽ നിന്നും കളി നടന്നിട്ടുണ്ടോ? നടന്നിട്ടുണ്ട്. ഒരു തവണ പഞ്ചായത്ത് മേള, അടിമാലി പഞ്ചായത്തിന്റെ ഫുട്ബോൾ മത്സരങ്ങൾ അവിടെയാണ് നടത്തിയത്. അങ്ങനെ നമുക്ക് അറിയാമായിരുന്നു, അങ്ങനെ അറിയാമായിരുന്നു. നവാസിന്റെ കയ്യിലാണ് ഇപ്പോഴും ആ ഇടം. അതെ അതെ അതെ. ഇത് തീർച്ചയായിട്ടും അവിടെ ഗാലറിക്കുള്ള ഇടവും അതുപോലെ കളിക്കാനുള്ള ഇടവും ഉണ്ടെന്ന് തന്നെയാണ്. ഉണ്ട്. നമ്മളിപ്പോ അവിടെ ഒരു 3000 പേർക്ക് ഇരിക്കാവുന്ന വിശാലമായ ഒരു ഗ്യാലറി താൽക്കാലികമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും 2 കളി വീതമുണ്ട്. വൈകിട്ട് 8 മണിക്ക് പ്രാദേശിക ടീമുകൾക്ക് അവസരം കൊടുക്കുന്നതിന്. കാരണം ഈ ഫ്ലഡ് ലൈറ്റില് നമ്മുടെ പ്രാദേശിക ടീമുകൾ മത്സരിച്ചിട്ടില്ല. വളരെ ചുരുക്കം ആളുകളാണ് അത്തരം മത്സരങ്ങളിൽ പങ്കെടുത്തുള്ളത്. അപ്പൊ അവർക്ക് ഒരു അനുഭവ സമ്പത്തും കൂടി ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാദേശിക ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 8 മണിക്ക് ഒരു അഖില കേരള സെവൻസ്, അതിനുശേഷമാണ് നമ്മുടെ ഈ അഖിലേന്ത്യാ മത്സരങ്ങൾ ആരംഭിക്കുന്നത്. 9 മണി 9:10 ആകുമ്പോഴത്തേക്കാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഈ മത്സരങ്ങൾ ഈസ്റ്റേണിൽ ആയതുകൊണ്ടും ആദ്യമായിട്ട് നമുക്ക് ഈ നാട്ടിൽ നടത്തുന്നതുകൊണ്ടും ആളുകൾക്ക് ഇതിന്റെ ഒരു ആ സ്പിരിറ്റിലേക്ക് വരുന്നതിന് സമയം എടുക്കുന്നുണ്ട്. കളി റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ എത്തുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. ഈ സെവൻസിന് ലോകം മുഴുവൻ ആരാധകരുണ്ടല്ലോ. ഈ സെവൻസ് പ്രത്യേകിച്ച് ഇപ്പൊ സാധാരണ 11s ആണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നതും കാണുന്നതും കൂടുതൽ. സെവൻസിലാണ് പലപ്പോഴും അതിന്റെ ഒരു ബാലതാരങ്ങളൊക്കെ ഉയർന്നു വരുന്നതും കളിച്ച്. പക്ഷെ സെവൻസിന് ലോകം മുഴുവൻ ആരാധകരുണ്ടല്ലോ. ഈ ഫുട്ബോൾ ക്ലബ്ബ് സത്യത്തിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നടത്തുന്നതാണോ? അതെ, ഞങ്ങള് ഈ പവർ ഹൗസ് FC ഇടുക്കി എന്നും പറഞ്ഞ് ഈ സെവൻസ് ഫുട്ബോൾ അസോസിയേഷനിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് അഫിലിയേഷൻ എടുത്തതിനു ശേഷമാണ് നമുക്ക് ഈ ടൂർണമെന്റ് അവര് വേദി തന്നത്. ഇടുക്കിയിൽ എവിടെയൊക്കെ ഉണ്ട് ഈ രജിസ്ട്രേഷൻ? ഇടുക്കിയിൽ ഇപ്പൊ തൊടുപുഴയും കൂടി ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യം അറിയില്ല. നമ്മൾ ഈ മേഖലയില് ഈ സെവൻസ് ഫുട്ബോൾ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് പുതിയ ആളുകളായതുകൊണ്ട് നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ വർഷങ്ങളായിട്ട് ബാസിന്റെ കീഴിൽ അടിമാലിയിൽ നടത്തിക്കൊണ്ടിരുന്നതിന് പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ഒന്നുമില്ലായിരുന്നു? അല്ല, ബാസിന് രജിസ്ട്രേഷൻ ഉണ്ട്. ബാസിന് കേരള ഫുട്ബോൾ അസോസിയേഷനിലാണ് രജിസ്ട്രേഷൻ. ബുള്ളറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന പേരിലാണ് ആ രജിസ്ട്രേഷൻ. കേരള ഫുട്ബോൾ അസോസിയേഷനിലാണ് അതിന്റെ രജിസ്ട്രേഷൻ. ഈ കേരള ഫുട്ബോൾ അസോസിയേഷനും ഈ സെവൻസ് ഫുട്ബോൾ അസോസിയേഷനും തമ്മിൽ ഈ എന്താ പറയുക, പാലും തൈരും പോലെയാണ്. അതായത് ഈ 11s, കേരള ഫുട്ബോൾ അസോസിയേഷൻ 11സിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ചെറിയ ഗ്രൗണ്ടുകൾ, കേരളത്തിലെ ഗ്രൗണ്ടുകൾ കുറവായതുകൊണ്ട് ഈ സെവൻസിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പം ഈ സെവൻസ് കളിച്ചാൽ 11s കളിക്കുന്ന കുട്ടികളുടെ ഭാവിക്ക് ദോഷമാണ് എന്നുള്ള ഒരു അഭിപ്രായം കേരള ഫുട്ബോൾ അസോസിയേഷൻ ഉള്ളതുകൊണ്ട്
ഈ സെവൻസ് ഫുട്ബോൾ അസോസിയേഷനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല കേരള ഫുട്ബോൾ അസോസിയേഷൻ. ഒരു കാലത്ത് അടിമാലിയുടെ ഗ്രൗണ്ടുകളിൽ, പ്രത്യേകിച്ച് അടിമാലി ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിൽ വലിയ ആരവത്തോടെ കളിച്ചിരുന്ന ഈ കളി ഇപ്പോൾ കാണുന്നില്ലല്ലോ. അത് ഈ ഒരു തലമുറ മാറിയപ്പം എന്താന്ന് വെച്ചാൽ ഒരു 7-8 വർഷം മുമ്പ് വരെ നമ്മൾ ബാസിന്റെ നേതൃത്വത്തിലാണെങ്കിലും ഈ അഖില കേരള ടൂർണമെന്റ് വലിയ രീതിയിൽ നടത്തിക്കൊണ്ടിരുന്നായിരുന്നു. അപ്പം പിന്നീട് ഒരു തലമുറ മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ പുതിയ തലമുറയിൽ ഇത് ഏറ്റെടുക്കുവാൻ ആളുകളില്ലാതെ വന്നു. പഴയ തലമുറയിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോലും അവർക്കെല്ലാം അവരുടേതായ ജീവിത പ്രാരാബ്ദങ്ങളും ബിസിനസ്സും ഒക്കെ ബന്ധപ്പെട്ട് അവർ മാറിപ്പോയി. അപ്പോൾ തീർച്ചയായിട്ടും അതിന് പിന്തുടർന്ന് വരുന്നതിന് ഒരു തലമുറ ഇല്ലാതെ വന്നുകൊണ്ടാണ് ആ ബാസിന്റെ ടൂർണമെന്റ് അങ്ങ് പെൻഡിങ് ആയിപ്പോയത്. ഇപ്പൊ വീണ്ടും ബാസ് സജീവമായി ഇപ്പൊ ഉടനെ തന്നെ അഖില കേരള ടൂർണമെന്റ് അടിമാലി ഗവൺമെന്റ് സ്കൂൾ തുടങ്ങുവാനുള്ള. നിങ്ങൾ ഈസ്റ്റേണിന്റെ ഗ്രൗണ്ടിൽ തുടങ്ങിയത് ബാസിന് വലിയൊരു വാശി ഉണ്ടായിട്ടുണ്ടാവും. ഇല്ല, ഒരിക്കലും ഇല്ല. ബാസും ഞങ്ങളും ബാസാണ്, പവർ ഹൗസ് എഫ്സിയും ബാസാണ്. അതാ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ കേരള ഫുട്ബോൾ അസോസിയേഷനിലെ അഫിലിയേഷൻ ഉള്ള ക്ലബ്ബാണ് ബാസ്. അപ്പൊ ബാസിന്റെ പേരിൽ നമുക്ക് ഒരിക്കലും സെവൻസ് ഫുട്ബോൾ നടത്താൻ കഴിയില്ല. അപ്പൊ അങ്ങനെ നടത്താൻ കഴിയില്ലാത്തതുകൊണ്ടാണ് നമ്മള് ബാസ് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ പുതിയൊരു ക്ലബ്ബ്, അതായത് ബാസും പവർ ഹൗസും സത്യത്തിൽ രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ബാസിന്റെ ആളുകൾ തന്നെയാണ് പവർ ഹൗസ് എഫ്സിയിലുള്ളതും പവർ ഹൗസ് എഫ്സിയുടെ ആളുകൾ തന്നെയാണ് ബാസിലുള്ളതും. ചെറുതായിട്ട് ഒരു കൺവേർട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് വലിയൊരു പ്രതീക്ഷയോട് കൂടിയായിരിക്കുമല്ലോ നിങ്ങൾ ഈ മത്സരം സംഘടിപ്പിച്ചത്? തീർച്ചയായിട്ടും ഒരു വലിയ സാമ്പത്തിക മുടക്ക് വരില്ല ഇതിന്? തീർച്ചയായിട്ടും. ഇത് നമ്മളൊരു 10 വർഷം മുമ്പ് അടിമാലിയിലെ ബാസിന്റെ നേതൃത്വത്തിൽ സംയുക്തമായിട്ട് ഇത് നടത്തുവാൻ നമ്മൾ ആഗ്രഹിച്ച് ഇതിനുവേണ്ടി സംഘാടക സമിതിയൊക്കെ എടുത്ത് നമ്മുടെ ഹോട്ടൽ പ്രകാശിന്റെ അടുത്ത് ഒരു ഓഫീസും തുടങ്ങിയതാണ്. അതിന് ആ സമയത്താണ് നമുക്ക് കോവിഡ് വരുന്നത്. കോവിഡ് വന്ന് നമ്മുടെ സംഘാടക സമിതിയുടെ മുഖ്യ ഭാരവാഹിയായിരുന്ന മത്തായി തോമസിന്റെ അകാല വിയോഗമൊക്കെ ഉണ്ടായതിനെ തുടർന്ന് പിന്നീട് നമുക്ക് ആ ആലോചനകളും ചിന്തകളും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ 17-18 പ്രളയം, 2 വർഷത്തെ പ്രളയം, 2 വർഷം കോവിഡ്, അങ്ങനെ നമ്മുടെ മുമ്പിലുള്ള ഒരു സമയം നീണ്ടങ്ങ് പോയതോടുകൂടി നമുക്ക് പിന്നെ ആലോചനകളിൽ നിന്ന് നമ്മളെല്ലാവരും വിട്ടുപോയി. പിന്നീട് വളരെ ആകസ്മികമായി ഒരു 2 മാസം മുമ്പ് തികച്ചും യാദൃശികമായി നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന്, അതായത് ഒരു ഏകദേശം 30 ലക്ഷം രൂപ നമുക്ക് ഈ ടൂർണമെന്റിന് മുടക്കുണ്ട്. ഈ ടൂർണമെന്റിന് 30 ലക്ഷം രൂപ മുടക്കുള്ളപ്പോൾ നമ്മൾ വ്യക്തിപരമായി സഹായിച്ച 3-4 പേരുണ്ട്. അത് കൂടാണ്ട് സ്പോൺസേഴ്സ് ആയിട്ട് നമ്മൾ സഹായിച്ച മൂന്നാർ സ്പൈസസ്, അതുപോലെ തന്നെ നമ്മുടെ അടിമാലില് പുതിയതായിട്ട് വരാൻ പോകുന്ന മാർ അത്തോനസ് സ്കൂള്, അതുപോലെ BHM ഹോസ്പിറ്റല്, കേരള ഫാം, സെന്റ് ആന്റണീസ് ഗ്യാസ്, അങ്ങനെ പേരെടുത്ത് പറയാവുന്ന ചുരുക്കം ആളുകളുടെ വലിയൊരു സഹായം കൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം മുന്നോട്ട് പോയത്. അത് കൂടാണ്ട് നമുക്കൊരു ഏകദേശം പിന്നെയും ബാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും ഇത്തവണത്തെ ഈ ടൂർണമെന്റ് നമുക്ക് നഷ്ടത്തിലാണ് കലാശിക്കുള്ളെങ്കിൽ പോലും എന്ന് വ്യക്തമായ ബോധ്യത്തിൽ തന്നെയാണ് നമ്മൾ ഈ പരിപാടിക്ക് സംഘടിപ്പിക്കാൻ ഇറങ്ങിയത്. എങ്കിലും നമ്മൾ അടുത്ത വർഷം ഇതിപ്പം ഈ തവണ നമ്മൾ ഷെഡ്യൂൾ ആയതിനു ശേഷമാണ് നമ്മൾ ഇതിനകത്ത് ഈ മത്സരങ്ങൾക്ക് വേണ്ടി അവരുടെ അടുത്ത് ചെന്നത്. പക്ഷെ 26-27 ഷെഡ്യൂളിൽ നമുക്ക് നേരത്തെ തന്നെ സമയം തരുകയും ഏകദേശം ഒരു ജനുവരി 15-നും ഫെബ്രുവരി 15-നുള്ളിൽ നമുക്ക് അടുത്ത തവണത്തെ ഷെഡ്യൂൾ ആവുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പം നമുക്ക് 1 വർഷത്തോളം ഈ ടൂർണമെന്റിന് വേണ്ടി മുന്നൊരുക്കം നടത്താൻ കഴിയും. ഇപ്പൊ ഈ തവണത്തേത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ നോമ്പിന്റെ സമയം, 2 മതവിഭാഗങ്ങളുടെ നോമ്പാണ് ആ സമയം, നോമ്പിന്റെ സമയം. അതുപോലെ തന്നെ ചില അവധികൾ, പെരുന്നാളുകളുടെ ഒക്കെ സമയം. ഈ സമയമൊക്കെ സത്യത്തിൽ ഈ കളിയെ ബാധിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും. അത് നമുക്ക് ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അറിയാമായിരുന്നു നോമ്പുണ്ട്, കുട്ടികൾക്ക് പരീക്ഷയുണ്ട്, ഇതെല്ലാം നമ്മളെ ബാധിക്കുമെന്ന്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ 10 വർഷത്തിലധികമായി കൊണ്ടുനടന്ന ഒരു വലിയൊരു ആഗ്രഹം, ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടി നമ്മളെടുത്ത റിസ്കിന്റെ പരിണിത ഫലമാണ്. അതായത് നമുക്ക് ഈ തവണ ഈ ടൂർണമെന്റിന്റെ സംഘാടനം നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ അടുത്ത തവണയും നമുക്കിത് കിട്ടില്ല. അപ്പം നമ്മൾ ഈ തവണ ഇച്ചിരി നഷ്ടം വന്നാലും ഇച്ചിരി കഷ്ടപ്പാടുകൾ നമ്മൾ സഹിക്കേണ്ടി വന്നാലും അടുത്ത തവണ നമുക്ക് ഉറപ്പായും ഈ വേദി നമുക്ക് അനുവദിച്ചു കിട്ടും. കേരളത്തിലെ ആകെ 23 സ്ഥലത്താണ് ഈ മത്സരങ്ങൾ നടക്കുന്നുള്ളൂ. അതിൽ തന്നെ ഭൂരിഭാഗവും മലപ്പുറം, കണ്ണൂര്, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലാണ് നടക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ പോലും 2 നടക്കുന്നുള്ളൂ. എറണാകുളം, ഇടുക്കി ജില്ലയിൽ മറ്റു മത്സരങ്ങൾ ഒന്നും നടക്കുന്നില്ല. നമ്മുടെ ടൂർണമെന്റ് മാത്രമാണ് ഈ 2 തൊട്ടടുത്ത ജില്ലകളിൽ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊരു വലിയൊരു അവസരമായിട്ട് കണ്ടുകൊണ്ട് ഈ വെല്ലുവിളി ഏറ്റെടുക്കുക ചെയ്തു. ഏകദേശം 3000 പേർക്ക് ഇരിക്കാവുന്ന താൽക്കാലിക ഗ്യാലറിയാണോ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്? അതെ, 3000 പേർക്ക് ഇരിക്കാവുന്ന ഗ്യാലറി. എങ്ങനെയാണ് അത്? ഫില്ലാണോ?
അതൊരു നമുക്ക് അടിമാലിയെ സംബന്ധിച്ച് എന്നാന്ന് വെച്ചാൽ ഈ നമ്മൾ ആദ്യം പറഞ്ഞ ഈ നോമ്പിന്റെയും പരീക്ഷേനെയൊക്കെ നമ്മളെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ശരാശരി 1000 പേരാണ് കളി കാണാൻ എത്തുന്നത്. അപ്പം നമ്മൾ ചെറിയൊരു ടിക്കറ്റ് വെച്ചാണ് ആദ്യത്തെ റൗണ്ടുകളിൽ നമ്മൾ 50 രൂപയും പിന്നീട് നമ്മുടെ സാമ്പത്തിക ബാധ്യതയുടെ ഒരു ഏറ്റവും കൂടി വന്നതിന്റെ അനുസരിച്ച് നമ്മൾ 100 രൂപ ആക്കിയാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഏകദേശം 11 മത്സരങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് 4 മത്സരങ്ങളൂടെ ബാക്കിയുണ്ട്. ഒരു ക്വാർട്ടർ ഫൈനലും 2 സെമി ഫൈനലും. തുടക്കം എന്ന നിലയിൽ 1000 പേർ കാഴ്ചക്കാർ അടിമാലിയിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മോശമൊന്നുമല്ല. അത് മോശമല്ല. പക്ഷെ നമ്മുടെ ഈ കനത്ത സാമ്പത്തിക വലിയൊരു തുക നമുക്ക് ഇത് വരുന്നത് കൊണ്ടും പിന്നെ നമുക്ക് ഈ സ്പോൺസേഴ്സിനെ കൂടുതൽ കണ്ടെത്താൻ നമുക്ക് സമയമില്ലാതിരുന്നതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. പക്ഷെ നേരെ തിരിച്ച് അടുത്ത വർഷം നമ്മൾ ഈ തവണ നമുക്ക് വരുന്ന നഷ്ടത്തിന്റെ എത്രയാണോ അതിന്റെ 2 ഇരട്ടിയെങ്കിലും നിർത്താൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു ജനപങ്കാളിത്തവും സ്പോൺസർഷിപ്പും നമുക്ക് കിട്ടുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. മൂന്നാറിലെ എസ്റ്റേറ്റുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ മൂന്നാറിൽ സെവൻസ് നടത്താറുണ്ടല്ലോ, അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? ഇല്ല, അത് സെവൻസ് ഇപ്പൊ നമ്മളിപ്പോ മൂന്നാറിൽ കഴിഞ്ഞത് 11s ആണ്. അത് എസ്റ്റേറ്റുകൾ തമ്മിലുള്ള, അതായത് ടാറ്റയിൽ തന്നെയുള്ള 14-15 എസ്റ്റേറ്റുകൾ തമ്മിലുള്ള മത്സരമാണ്. അത് 11സിന്റെ. ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നടത്തുന്ന ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതിന്റെ ഓണറുടെ നവാസിക്കയുടെ പൂർണ്ണ പിന്തുണയും അനുമതിയോടും കൂടിയാണ് നമ്മൾ തികച്ചും സൗജന്യമായിട്ടാണ് നമുക്ക് ആ ഗ്രൗണ്ട് ഒക്കെ വിട്ടുവന്നത്. അവിടെയാണ് നമ്മൾ നടത്തുന്നത്. നമുക്ക് അങ്ങനെ നടത്താൻ ഇത്രയും സൗകര്യത്തോടു കൂടി ഒരു താൽക്കാലിക ഗ്യാലറി ഇട്ട് നടത്താൻ പോലും നമുക്ക് അടിമാലിയിൽ ഗ്രൗണ്ട് ഇല്ലാത്തതിന്റെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അത് നമ്മളെ ഇത്തവണ പഞ്ചായത്ത് ബാബുച്ചേട്ടനൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഉടനെ തന്നെ ഗ്രൗണ്ടിന് സ്ഥലം കണ്ടെത്തും, തികച്ചും സത്യസന്ധവും സുതാര്യവുമായ രീതിയിൽ അതിന് സ്ഥലം കണ്ടെത്താനുള്ള ശ്രമം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിൻ എന്ന് പറയുന്നത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ആളാണ് ഒരു രംഗത്ത്, മറുഭാഗത്ത് ഒരു പൊളിറ്റീഷ്യൻ കൂടിയായിരുന്നു. നമുക്ക് ഇതിന് പറ്റിയ ഇടം അടിമാലി പഞ്ചായത്തിൽ കണ്ടെത്താൻ എവിടെയെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ? പഞ്ചായത്ത് അതിനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പം അതിനുള്ള ശ്രമങ്ങൾ ഉടനെ തന്നെ പൂർത്തിയാക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഏതായാലും വളരെ ഗൗരവമായിട്ട് പുതിയ പഞ്ചായത്ത് ഭരണസമിതി ബാബുച്ചേട്ടനാണെങ്കിലും TK ഷായിച്ചേട്ടനാണെങ്കിലും വളരെ ഗൗരവമായി ഈ ഗ്രൗണ്ടിനുള്ള സ്ഥലം അന്വേഷിക്കുന്നുണ്ടെന്നാണ് പ്രാഥമികമായി അവരോട് സംസാരിച്ചപ്പോൾ നിന്ന് മനസ്സിലായത്. തീർച്ചയായിട്ടും അവരിത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് രണ്ടുപേരും ഈ ഗ്രൗണ്ടിനുള്ള സ്ഥലം കണ്ടെത്തി അവിടെ സ്റ്റേഡിയത്തിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്ന് ഉറപ്പു വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇടുക്കിയുടെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയൊക്കെ പരിഗണിക്കുകയും നമ്മുടെ ഒരു ഭൂതകാലം എടുത്ത് പരിശോധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫുട്ബോളിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് താല്പര്യവും ആരാധനയും ഒക്കെ വോളിബോളിനുണ്ടായിരുന്നു. കാരണം നമുക്ക് പെട്ടെന്ന് കുറച്ച് സ്ഥലം മതി അത് കളിക്കാൻ. ഇതൊക്കെ അതും ഇപ്പൊ അന്യം നിൽക്കുകയാണ്. നമുക്ക് കാണാൻ വോളിബോൾ ഇല്ല. തന്നെയല്ല നമ്മുടെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ രാജാക്കാട്, രാജകുമാരി, പണിക്കൻകുടി, മുനിയറ ഭാഗങ്ങളിലൊക്കെ നല്ല കളിക്കാരുണ്ട്. അതെല്ലാം ഇല്ലാതെ നല്ല പ്ലെയർ ആയിരുന്നു. ഒത്തിരി പേരുടെ പേരുകൾ ഉണ്ടായിരുന്നു, നമ്മുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷെ അതൊക്കെ ഇല്ലാതായി. ഇപ്പൊ തിരിച്ച് ലോകകപ്പൊക്കെ പ്രചാരം നേടുകയും അങ്ങനെ പലതരത്തിൽ ഫിഫ കപ്പ് പോലുള്ള സംഭവങ്ങളൊക്കെ വരികയൊക്കെ ചെയ്തതോടുകൂടി ഈ പ്രത്യേകിച്ച് ഫുട്ബോളിന് വലിയ ആരാധകരുണ്ടായി. ഇടുക്കിയെ സംബന്ധിച്ച് ഇത് നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ആദ്യം സൂചിപ്പിച്ച ഈ ഈസ്റ്റേൺ ഗ്രൂപ്പിന്റെ നവാസ് മീരാൻ, അദ്ദേഹത്തിന്റെ സ്കോർ ലൈൻ എന്ന് പറഞ്ഞ ഒരു അക്കാഡമി ഉണ്ട്. ആ അക്കാഡമി ഉടനെ തന്നെ ഇപ്പൊ ഈ നമ്മൾ ടൂർണമെന്റ് നടത്തുന്ന സ്കൂളിലെ ഈസ്റ്റേൺ ന്യൂട്ടൺ സ്കൂളിന്റെ ഗ്രൗണ്ടും അതിനോടനുബന്ധിച്ച് വലിയൊരു ഇൻഡോർ സ്റ്റേഡിയവും അവിടെ പണി പൂർത്തീകരിക്കാനുണ്ട്. അപ്പൊ അത് ഉടനെ തന്നെ ഒരു 2 വർഷത്തിനുള്ളിൽ ആ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പണിയും മറ്റ് അക്കാഡമിയുടെ പണിയും ആരംഭിച്ച്, അതായത് കുട്ടികളെ ചെറുതിലെ തന്നെ 4 വയസ്സിലും 3 വയസ്സിലും തന്നെ കോച്ചിങ് കൊടുത്തുകൊണ്ട് അവിടെ വിപുലമായ രീതിയിലുള്ള ഒരു അക്കാഡമി സ്ഥാപിക്കുമെന്ന് അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ മാസം തന്നെ ഏപ്രിൽ ആദ്യം SLKയുടെ കോച്ചിങ് ക്യാമ്പ് ഈസ്റ്റേൺ ന്യൂട്ടൺ സ്കൂളിൽ നടക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഏകദേശം ഒരു 3500 രൂപ ചെലവ് വരുന്ന കോഴ്സാണ് 2 മാസത്തെ. അത് ഉടനെ തന്നെ ആരംഭിക്കും. അടിമാലിയിൽ നിന്ന് കുട്ടികളെ കണ്ടെത്തി അതിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ചാൽ വിദേശ കോച്ചുമാരും നമ്മുടെ നാട്ടിലുള്ള കോച്ചുമാരുടെയും വിദഗ്ധമായ ട്രെയിനിങ് ആണ് 24 ദിവസത്തേക്ക് അവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത കുട്ടികൾ അതിൽ നിന്നും കിട്ടുന്ന ഒരു ചെറിയ തീനാളം പോലും അവര് ക്യാച്ച് ചെയ്തെടുക്കും. അങ്ങനെ കിട്ടുന്ന കുട്ടികളെ അവര് സ്റ്റേറ്റ് അക്കാഡമിയിലേക്ക് മാറ്റിക്കൊണ്ട് അപാര പ്രതിഭയുള്ള കുട്ടികൾ ഒരു പക്ഷേ അപൂർവമായി കിട്ടിയേക്കാം, കിട്ടാൻ പാടില്ലാകില്ല. അപ്പൊ നമുക്കിപ്പോ സച്ചിനൊക്കെ ഇവിടെ കളിക്കുന്നത് പോലെ അല്ലേ, സച്ചിൻ കളിക്കുന്നത്, അങ്ങനെ ഒത്തിരി പേര് ഈ രംഗത്തേക്ക് കടന്നു വന്നല്ലോ. അപ്പൊ അജു പൗലോസ്, ഞാൻ കഴിഞ്ഞ തവണ ഇന്റർവ്യൂ ചെയ്തിരുന്നു, കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ ചെയ്തിരുന്നു. അങ്ങനെയുള്ള
പ്രതിഭാധനരായ കുട്ടികളെ ഒക്കെ കിട്ടും. അത് ഫുട്ബോൾ രംഗത്തും കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് മതി. ഈ ഒരു അക്കാഡമി സ്ഥാപിക്കപ്പെടുന്നതിലൂടെ 1-2 പേരെ നമുക്ക് ലോകത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞാൽ. അടിമാലിയിൽ തന്നെ നമ്മുടെ മണിയൻ സാറിന്റെ ചെറുക്കൻ അർജുൻ ഒക്കെ ഇപ്പൊ KCBക്ക് വേണ്ടി SLK കളിക്കാൻ ക്യാമ്പിലാണ്. അത് ശരി. അങ്ങനെ നമ്മൾ അറിയപ്പെടാത്ത അല്ലേ, അറിയപ്പെടാത്ത സൗരയൂഥങ്ങൾ എന്നൊക്കെ പറയും, മണൽത്തരികൾ എന്നൊക്കെ നമ്മൾ പറയാം. ചിലപ്പോൾ അറിയപ്പെടാതെ കിടക്കുന്നവർ അതിങ്ങനെ സൗരയൂഥങ്ങളായി മാറും. അത് ഈ രംഗത്താണ് ഇത്തരം നല്ല പിന്തുണയൊക്കെ കൊടുക്കാൻ ആളുകളുണ്ടാവും. അപ്പം നിങ്ങൾ ചെയ്യുന്ന വലിയ കാര്യമാണ്, കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ കൂടുതൽ ടീമുകൾ ഇവിടെ കളിക്കാൻ എത്തുന്നത് അന്യ ജില്ലകളിൽ നിന്നാണോ? അതെ. ഇപ്പൊ നമ്മളിപ്പം അടിമാലിൽ ഇപ്പൊ പ്രാദേശിക മത്സരങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് പിന്നെ 16 ടീമുകൾ മത്സരിക്കുന്നുണ്ട്. ഒരു ശരാശരി ഒരു 7 പേരെ വെച്ച് കൂട്ടിയാലും ടീമിലൊരു 4 പേര് പുറത്തുനിന്ന് ആയിരിക്കും, 5 പേര് വരെ. 2 പേരൊക്കെയാണ് ടീമിൽ നമ്മുടെ ജില്ലക്കകത്തു നിന്നുള്ള കളിക്കുന്നുള്ളൂ. പക്ഷെ 2 പേർക്കാണെങ്കിലും കളിക്കാൻ അവസരം കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ പരിപാടി വെച്ചതുകൊണ്ടാണ് കളിക്കാൻ അവസരം കിട്ടുന്നത്. പിന്നെ 1-2 ടീമുകൾ പ്രാദേശികമായി തന്നെ ഇറങ്ങി. പക്ഷെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവിടുന്ന് വരുന്ന കുട്ടികൾ സ്കിൽഡ് ആയവരും നമ്മുടെ ഇവിടുന്ന് വരുന്നവർ കായിക ശേഷിയാണ്. പക്ഷെ പന്ത് കളിയിൽ സ്കില്ലിനാണ് കായിക ശേഷിയെ, സ്കില്ലും രണ്ടും പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ കായിക ശേഷി കൊണ്ട് മാത്രം നമുക്ക് ഈ ഫുട്ബോളിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന്റെ വലിയ ഘടകമാണ് തീർച്ചയായിട്ടും. അതിന്റെ ഒരു വലിയ പോരായ്മയുണ്ട്. ഞാൻ ഈ ഇടുക്കിയിൽ ജോലി ചെയ്യുന്നതിന് മുമ്പ് മലപ്പുറം, കാസർഗോഡ്, കണ്ണൂരൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ആ ജോലി ചെയ്തതായിട്ട് നോക്കുമ്പോൾ അവിടെയൊക്കെ ചെറുപ്പക്കാരുടെ ഹരം എന്ന് പറയുന്നത് ഫുട്ബോളാണ്. എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ട് ഒരു ഫുട്ബോൾ ക്ലബ്ബ്. അവിടെയൊക്കെ കളിക്കാരും ഉണ്ട്. അപ്പോൾ അവരുടെ പിന്നാലെ മാനേജരായിട്ടും ടീം മാനേജരായിട്ടും ഒക്കെ ഞാനും നടന്നിട്ടുണ്ട്, കളിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും. അപ്പം ഞാൻ പറയാൻ വന്നത്, ഏറ്റവും കൂടുതൽ കളിക്കാർ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ നിന്നാണോ? തീർച്ചയായിട്ടും മലപ്പുറം ജില്ലയിലെ പ്ലേയേഴ്സ് ആണ് കൂടുതൽ. പിന്നെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. നമുക്കിപ്പോ ഇവിടെ നിലവിൽ വന്നതിൽ ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സ് കാസർഗോഡും മലപ്പുറം. അവർ കേവലമായ ഒരു വിജയത്തിന് വേണ്ടി മാത്രം വരുന്നതാണ്. അത് അവർക്ക് ഇതിന് സാമ്പത്തികമായ അല്ല, അവർക്ക് നമുക്കിതിന് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ സാമ്പത്തിക ബാധ്യതയെ കുറിച്ച്. നമുക്ക് ഒരു ശരാശരി ഒരു ടീം ഇവിടെ വന്ന് കളിച്ചു പോകുന്നതിന് 36,000 രൂപ, 40,000 രൂപ. ഇപ്പൊ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം നമ്മുടെ ഇവിടെ വന്ന് കളിച്ചു. അവർക്ക് 40,000 രൂപയാണ് നമ്മൾ ആദ്യം ബാറ്റ കൊടുത്തത്. എന്ന് പറയുന്ന പോലെ തന്നെ ശരാശരി ഒരു ദിവസത്തെ കളി കഴിയുമ്പോൾ നമുക്കൊരു 85,000 രൂപ, 80,000-നും 85,000-നും നമുക്ക് ചെലവ് വരുന്നുണ്ട്. ആളുകളെ സംബന്ധിച്ച് എന്താന്ന് വെച്ചാൽ ഈ ടീമുകൾ വരുന്നത് നമ്മുടെ അസോസിയേഷനിൽ ഉള്ളത് കൊണ്ട് സൗജന്യമായിട്ടാണ് അവർ വന്ന് കളിക്കുന്നതെന്നുള്ള ഒരു ധാരണ ആളുകൾക്കുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ ശരാശരി 90,000 രൂപ നമ്മൾ ഈ ടീമുകളെയും റഫറിമാരെയും പിരിച്ചുവിടുന്നതിന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പൊ ആളുകളുടെ നമ്മുടെ കളി കാണാൻ വരുന്ന ആളുകൾക്ക് പലർക്കും ഇതിന്റെ ഒരു വലിയ സാമ്പത്തിക ബാധ്യതയെ കുറിച്ച് ഒരു അറിവുപൂർവ്വമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പരിപാടിയെ കാണുന്ന ആളുകൾക്ക് നമ്മുടെ ഒരു സാഹചര്യങ്ങളും നമ്മുടെ ഈ സംഘാടനത്തിന്റെ ഒരു കഷ്ടപ്പാടും ഒക്കെ മനസ്സിലാകുമെന്ന്. താൽക്കാലിക ഗാലറി പണിതുണ്ടാക്കിയതിന് നല്ല മുടക്കില്ലേ? തീർച്ചയായിട്ടും 5 ലക്ഷം രൂപ മുടക്കിയാണ് നമ്മൾ ആ താൽക്കാലിക ഗാലറി അവിടെ പണിതിരിക്കുന്നത്. അത് പൊളിച്ചു കളയാനുള്ളതാണ്. അത് നമ്മൾ ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ ഈ ടെമ്പററി ആയിട്ട് ഗാലറി പണിയുന്ന ആളുകളുണ്ട് ഈ സെവൻസിന് വേണ്ടി. അവർക്ക് നമ്മൾ വർക്ക് കൊടുത്തിരിക്കുന്നതാണ്. അതായത് നമുക്ക് 20 ദിവസത്തേക്ക് ഈ ഗാലറി അവര് സ്ഥാപിച്ചു തന്നതിന് നമ്മൾ 5,50,000 രൂപ അവർക്ക് കൊടുക്കണം. അത് ശരി. ഫ്ലഡ് ലൈറ്റോ? അതിന് ഒരു ഏകദേശം ഡെയിലി 18,000 രൂപ ലൈറ്റിനും ഇതും വേണ്ടി വരും. പിന്നെ നമുക്ക് ബോർഡിന്റെ പ്രത്യേക അനുമതി വേണം. അതൊക്കെ വേണം. അതെടുത്തിട്ടുണ്ട് നമ്മള്. ശരാശരി ഒരു 3,000 രൂപ ഡീസൽ വേണം. അപ്പം ഏകദേശം നമുക്കൊരു 22,000 രൂപ ലൈറ്റിന് വേണ്ടി മാത്രം ഒരു ദിവസം ചെലവാകും. എന്തുകൊണ്ടാണ് ഇത് പകല് നടത്താതെ രാത്രി നടത്തുന്നത്? അല്ല, ഇതിന്റെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഈ ഫുട്ബോളിന്റെ സെവൻസിന്റെ വൈബ് എന്ന് പറഞ്ഞാൽ നൈറ്റ് വൈബാണ്. അപ്പൊ നമ്മൾ ഈ രാത്രി ലൈറ്റിൽ കളിക്കുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു ഈ ഫുട്ബോളിന്റെ ഒരു സ്പിരിറ്റും വൈബും വേറെ ഒരു സമയത്ത് കിട്ടില്ല. അതായത് ഫ്ലഡ് ലൈറ്റിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു പ്ലെയറുടെയും ഒരു ആഗ്രഹമായിരിക്കും. ഫുട്ബോൾ കളിക്കുന്ന ഒരു പ്ലെയർക്ക് ഫ്ലഡ് ലൈറ്റിൽ പന്ത് കളിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു നമ്മള് പല സ്വപ്നങ്ങളെ പോലെ ഒരു സ്വപ്നം, അവന്റെ കുറെ സ്വപ്നങ്ങൾ ഒരു സ്വപ്നമാണ്. കാണികൾക്കും ഉണ്ടാവും അത്. തീർച്ചയായിട്ടും ഈ ഫ്ലഡ് ലൈറ്റിൽ ഇരുന്ന് അവരുടെ കളി കാണുക എന്നുള്ളത് അവന്റെ ഒരു സ്വപ്നമായിരിക്കും. ഈ ഗാലറിയും ഈ ഫ്ലഡ് ലൈറ്റും അടിമാലിയെ സംബന്ധിച്ച് ആദ്യമാണ്. അടിമാലിയിൽ ഇതിനു മുമ്പ് ഗാലറി ഇട്ട ഒരു കളിയോ ഫ്ലഡ് ലൈറ്റ് ഇട്ട ഒരു കളിയോ നടന്നിട്ടില്ല. അല്ല, ഞാൻ ഓർക്കുന്നു നമ്മുടെ ബാസിന്റെ കളി അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ മുറ്റത്ത് നടക്കുമ്പോഴൊക്കെ സന്ധ്യ മയങ്ങുമ്പോഴും കണ്ണ് കാണാൻ പാടില്ലാത്ത സമയത്തും ടൈം തീർക്കാൻ വേണ്ടി കിടന്ന് പെടപാടുപെടുന്നത് കാണുന്നുണ്ട്. അപ്പോ പലപ്പോഴും ഇരുട്ടത്താണ് അവര് ഗോളാക്കുന്നത്. അതെ. അങ്ങനെ കാണാറുണ്ട്. ഇവിടെ ആ ഒരു അവസ്ഥയില്ല. ഇല്ല, കറണ്ട് പോകുന്നൊന്നും നമുക്ക് ബാധകമില്ല. നമ്മള് ജനറേറ്ററില്ല, കറണ്ട് അല്ല നമ്മള്
അതുകൊണ്ടാണ് 3000 രൂപയുടെ ഡീസൽ ഡീസൽ വരുമെന്ന് പറഞ്ഞു. അപ്പൊ യുദ്ധമൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് ഡീസൽ ക്ഷാമവും ഇല്ല നമ്മള് ഡീസൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മള് ജനറേറ്റർ ഫില്ല് ചെയ്തിട്ടേക്കുക. നമുക്ക് ഫൈനലിൽ വരെ നടത്താനുള്ള ഡീസൽ ഓൾറെഡി ജനറേറ്ററിലുണ്ട്. വേണ്ടത്ര പ്രചാരം അടിമാലിയിൽ അല്ലെങ്കിൽ അടിമാലിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ടൂർണമെന്റ് അനുവദിച്ച് ഇതിന് ശേഷം നമ്മുടെ മുമ്പിൽ വെറും 28 ദിവസം ഉള്ളായിരുന്നു. അതിൽ തന്നെ 3-4 ദിവസം നമ്മൾ പല രീതിയിലുള്ള ചർച്ചകളും പലരുമായിട്ടുള്ള സംഭാഷണത്തിലും ഒക്കെ ആയി നമുക്ക് പോയി. പിന്നീട് നമുക്ക് 24 ദിവസം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കാതെ ഒരു ഓട്ടം ഓർന്നു. ആ ഓട്ടത്തിൽ കിട്ടിയതെല്ലാം നമ്മൾ എടുത്തു. കുറെയൊക്കെ നഷ്ടപ്പെട്ടു പോയി. കിട്ടുമായിരുന്നു. അതെ, നിങ്ങളുടെ ഈ സാഹസികമായ ഈ സമീപനത്തെ അപ്രീസിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അഭിനന്ദിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ അടിമാലി പോലൊരു പ്രദേശത്ത്, പ്രത്യേകിച്ച് ഒരു സ്പോർട്സ് കൾച്ചർ വേണ്ടത്ര ഇല്ലാത്ത ഒരു പ്രദേശത്ത് അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. വരും വർഷങ്ങളിൽ അത് ഉണ്ടാവും, നിങ്ങൾക്കത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. നമ്മുടെ മേഖലയിൽ അത്തരം ഒരു സ്പോർട്സ് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിച്ചെടുക്കുകയും അത് ജനങ്ങളെ കാണികളാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളത് ഈ ചെറുപ്പക്കാരുടെ വരവ് എങ്ങനെയുണ്ട്? ചെറുപ്പക്കാർ വരുന്നുണ്ട്, നല്ല രീതിയിൽ ചെറുപ്പക്കാർ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രായമായ ആളുകളും കൂടുതൽ വരുന്നുണ്ട്. ഫാമിലി ആയിട്ട് നമുക്ക് ശരാശരി ഒരു 700-800 പേര് കയറുന്ന ദിവസം ഒരു 150-200 പേരെടുത്ത് സ്ത്രീകളാണ് കയറുന്നത്. കാരണം അവരും ഇതൊരു വൈബായിട്ട് എടുക്കുകയാണ്. ന്യൂജൻ ഭാഷയെ പറഞ്ഞാല് ഒരു വൈബായിട്ട് എടുക്കും. അത് ആ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ട്. അവിടെ വരുന്ന ഒരാൾക്കും 100 രൂപ മുടക്കി ടിക്കറ്റ് എടുക്കുന്ന ഒരാൾക്കും ആ ഈസ്റ്റേൺ ഗ്രൗണ്ടിൽ വന്നിട്ട് പോകുമ്പോൾ മത്സരത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പോലും അവർക്ക് അത് ആസ്വദിക്കുവാനും ആ മുടക്കിയ പൈസക്കുള്ള ഒരു വില അവിടെ കിട്ടുന്നുണ്ട്. സത്യത്തില് ഈ കുട്ടികളുണ്ടല്ലോ, കുട്ടികളെ ഇതിലേക്ക് ആകർഷിക വഴി നിങ്ങളിപ്പോൾ 1.5 മണിക്കൂർ അവിടെ ടോട്ടൽ എല്ലാം കൂടി ഒരു 1.25 മണിക്കൂർ ഈ കുട്ടികളെ അവിടെ ഇരുത്തുന്നത് വഴി ഇവരുടെ മാനസിക കായികമായ ശേഷികളെ ഇത്തരം രംഗങ്ങളിലേക്ക് സബ്ലിമേറ്റ് ചെയ്യാൻ കഴിയും. അത് വലിയൊരു നേട്ടമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ചെറുപ്പക്കാർ വല്ലാതെ അസ്വസ്ഥരാണ് പല രംഗങ്ങളിൽ. അപ്പോൾ അവരെയൊക്കെ ഇങ്ങോട്ടേക്കൊന്ന് മാറ്റി പ്രതിഷ്ഠിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളത് മറ്റൊരു തരത്തിൽ സാംസ്കാരികമായ വലിയ ഒരു മുന്നേറ്റം കൂടിയാണ്. നമ്മൾ അപ്പോൾ വരും ദിവസങ്ങളിൽ ഇത് എന്നത്തേക്ക് അവസാനിക്കുമ്പോൾ? പെരുന്നാളിന് ശേഷം, അതായത് വെള്ളിയാഴ്ചയാണ് പെരുന്നാളെങ്കിൽ ശനിയാഴ്ച മത്സരങ്ങൾ പുനരാരംഭിക്കും. ഇനി അതല്ല, വെള്ളിയാഴ്ച നമുക്ക് പെരുന്നാള് നിലാവ് കണ്ടില്ലെങ്കിൽ, ഇന്ന് നമുക്ക് നിലാവ് കാണാൻ പറ്റില്ല, വെള്ളിയാഴ്ച അല്ല പെരുന്നാളെങ്കിൽ ശനിയാഴ്ചയാണ് ഉറപ്പായിട്ടും പെരുന്നാൾ. അപ്പോൾ ഞായറാഴ്ച മത്സരങ്ങൾ പുനരാരംഭിക്കും. ഈ കളി കണ്ടെടുത്തോളം ഇപ്പൊ അങ്ങ് ഇതിന്റെ കളികളൊക്കെ കണ്ടു കാണുമല്ലോ, പല കളികളും നേരിട്ട് കാണും. ഇപ്പൊ തിരക്കിനിടയിൽ എന്നാലും കളി വീക്ഷിച്ച് കാണും. നല്ല പ്രതിഭാധനരായ കാൽപന്ത് കളിക്കാരെ കണ്ടോ ഇതിനകത്ത്? തീർച്ചയായിട്ടും. ഇപ്പം പഠനയുടെ ഒരു പ്ലെയർ ഉണ്ട്. എന്റെ പൊന്നെ, നമ്മൾ എന്താ ഇതിനെ പറയണേ, നമുക്ക് വാക്കുകളില്ല. സെൻട്രിൽ നിന്നൊക്കെ 22 വയസ്സ് ഉള്ളൂ, ഒരു 6 അടി 2 ഇഞ്ച് ഹൈറ്റ്. അവന്റെ കാലിൽ നിന്ന് പോകുന്ന എന്താ പോണേ, വെടിയുണ്ട പോണ പോലെയാ. ആദ്യത്തെ കളിയിൽ 3 ഗോള്, രണ്ടാമത്തെ കളിയിൽ 2 ഗോള്. ഇനിയിപ്പോ പഠന സെമി കയറി നിൽക്കുവാണ്. ഫോർവേഡ് കളിക്കാരനാ, ബാക്കും കളിക്കും, ഫോർവേഡും കളിക്കും, വിങ് ബാക്കും കളിക്കും. ഒരു വളരെ ഒരു മനോഹരമായ ഒരു സുന്ദരനായ ഒരു പ്ലെയർ. എന്താണ് അങ്ങയുടെ ഒരു നിഗമനം? ഇന്ത്യൻ ടീമിലേക്കോ കുറഞ്ഞ വർഷം കേരള ടീമിലേക്ക്, സന്തോഷ് ട്രോഫി ടീമിലേക്കൊക്കെ വരാൻ? അത് എന്താണെന്നറിയോ, ഇതിന്റെയൊക്കെ ഒരു ബേസിക് ആയ പ്രശ്നത്തിൽ KFA പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗ്രൗണ്ടിന്റെ നീളം 60 മീറ്ററും 40 മീറ്റർ വീതിയാണ്. കേരള ഫുട്ബോൾ അസോസിയേഷൻ അംഗീകരിച്ചിരിക്കുന്ന ഗ്രൗണ്ടിന്റെ നീളം 110ഉം 50ഉം. അപ്പം ഈ 110ഉം ിനകത്ത് ഓടി നടക്കുന്നവർക്ക് ഈ 60-40 ഓടുന്ന സ്പേസിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഈ 60-40 കളിക്കുന്ന ഒരു പ്ലെയർക്ക് ഈ 110ലേക്ക് ചെല്ലുമ്പോൾ അവനെ സംബന്ധിച്ച് ഈ സ്റ്റാമിനയുടെ ഈ സെവൻസിൽ നമുക്ക് നിന്ന് കളിക്കാം, അത്യാവശ്യം ഒന്ന് ഓടി ഒന്ന് പിടിച്ച് ഒരു 10-15 മീറ്റർ ഓടി. പക്ഷെ 11സിലേക്ക് വരുമ്പോൾ അത് 40, 50, 60 മീറ്റർ ആവും റണ്ണിങ്ങിന്റെ ഒരു ടൈം. അപ്പം ഈ സെവൻസിൽ നിന്ന് 11സിലേക്ക് പോകുന്നതിന് കുറെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ കായികപരമായും അവന്റെ ഫിറ്റ്നസും ഒക്കെ ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതിനിടയിൽ ഇത് പരിശീലിക്കുന്നില്ലേ. ഇത് എന്താന്ന് പറഞ്ഞാൽ, അപ്പൊ ഇങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ടാണ് KFA ഇതിനെ എതിർക്കുന്നത്. ഈ പരിശീലിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ, ഈ സെവൻസ് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു വരുമാന മാർഗ്ഗമാണ്. ഇപ്പൊ ഒരു സെവൻസ് കളിക്കാൻ പറ്റുന്ന പ്ലെയർക്ക് ചുരുങ്ങിയത് 2500 രൂപ 3000 രൂപ കിട്ടും. അത് ഒരു സെവൻസ് സീസണിൽ ഒരു പ്ലെയർക്ക് 120, 150, 150 കളി വരെ കിട്ടും. അവിടെ നിന്ന് കിട്ടുന്ന ഒരു വരുമാനവും 11s കളിക്കാൻ പോയാൽ കിട്ടുന്നത് 600-700 രൂപ ബാറ്റയാണ് കിട്ടുള്ളൂ. അപ്പം ഇതിന്റെ ഈ 11സും 7സും തമ്മിലുള്ള മെയിൻ ആയിട്ട് ഈ 7s മത്സരങ്ങൾ ഇങ്ങനെ നടക്കുന്നതിനുള്ള കാരണം തന്നെ അതിൽ കിട്ടുന്ന വരുമാനമാണ്. അതായത് ഒരു പ്ലെയർക്ക് കിട്ടുന്ന
ഒരു കളിക്കാൻ പോയാൽ ഒരു കളി കഴിയുമ്പോൾ 2500 രൂപ 3000 രൂപ കിട്ടുമ്പോൾ 11s കളിക്കാൻ പോകുമ്പോൾ അവന് കിട്ടുന്ന വരുമാനത്തിന്റെ കുറവ് കൊണ്ടാണ് കൂടുതൽ ആളുകളും ഈ സെവൻസ് ഫുട്ബോളിലേക്ക് പോകുന്നത്. പക്ഷെ യഥാർത്ഥത്തില് ഈ ലോകകപ്പ് പോലെയുള്ള ഇന്ത്യയുടെ ലോകകപ്പൊക്കെ കളിക്കാൻ ഇന്ത്യക്ക് കഴിയാതെ പോകുന്നത് സെവൻസ് ഉള്ളതുകൊണ്ടാണ് KFA പറയുന്നത്. പക്ഷെ ഇതിന്റെ ഇടയിൽ രണ്ടും രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. സെവൻസ് ഫുട്ബോൾ ഉള്ളതുകൊണ്ടാണ് മലബാർ പോലെയുള്ള മേഖലകളിലെ കോഴിക്കോട് നമ്മുടെ മലബാർ സൈഡുകളിൽ ഫുട്ബോൾ ഇപ്പോഴും കെടാതെ നിൽക്കുന്നതെന്ന് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ പറയുന്നു. അങ്ങനെ രണ്ടു വാദവും രണ്ട് സൈഡിൽ നിലനിൽക്കുന്നുണ്ട്. സമയത്തിന്റെ അഭാവം കൊണ്ടാണ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ നവാസ് മീരാനെ പോലെ വലിയ മനസ്സുള്ള ആളുകളാണ് ഇത് നിങ്ങൾക്ക് ഇപ്പൊ തുടക്കത്തിൽ ഇത് തന്നു ഇരിക്കുന്നത്. വേറെ ഇത് നഷ്ടം സഹിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് വേറെ ആരൊക്കെയാവും? വേറെ നമ്മുടെ ഇപ്പം നിസാറ്, ജന്ന ഹോട്ടലിന്റെ ഡയറക്ടർ നിസാറ്, കൊച്ചി നിസാർ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. പിന്നെ നമ്മുടെ ഇഞ്ചക്കുടി ടെക്സ്റ്റൈൽസ് നടത്തുന്ന ഇബ്രാഹിക, പിന്നെ നമ്മുടെ ക്ലബിന്റെ പ്രസിഡന്റ് മനോജേട്ടൻ, നമ്മുടെ BJPയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന മനോജേട്ടൻ ഉണ്ട്, മനോജ് കുമാർ, പിന്നെ നമ്മുടെ ഷിബു തെറ്റേല്, അങ്ങനെ കുറച്ച് പേര് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നോണ്ടാണ് നമുക്ക് പറഞ്ഞുകൊണ്ട് ആരുടെങ്കിലും പേര് വിട്ടുപോയില്ല. അങ്ങനെ വിട്ടുപോകുന്ന പേരുകളൊന്നും അല്ല. നമ്മുടെ ഈ പേരുകളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞതാ. നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന പേരുകളല്ല ഇതൊന്നും. അപ്പൊ ഇതിന്റെ ഈ ഒരു സാമ്പത്തിക ബാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാരമായി ഉദ്ദേശിക്കുന്ന ബാധ്യതയല്ല. തീർച്ചയായിട്ടും ഈ ബാധ്യതയെ നമ്മൾ അടുത്ത വർഷം അതിജീവിക്കും. എങ്കിലും ഈ ബാധ്യത സ്നേഹത്തോടെ ഏറ്റെടുക്കാൻ ഒരു ടീം ഉണ്ടായതിന്റെ പുറത്താണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഈ സാമ്പത്തിക ബാധ്യത മാത്രമല്ല നിങ്ങൾ അതിജീവിക്കേണ്ടത്, നമ്മുടെ ഈ സ്പോർട്സ് പ്രതിസന്ധി ഉണ്ടല്ലോ ആളുകളുടെ, അതും നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട്. ഇതിലൂടെ ഒരു കൂട്ടായ്മ, മതേതരമായ ജനാധിപത്യപരമായ ഒരു സാമൂഹിക കൂട്ടായ്മ ഇതിലൂടെ രൂപപ്പെടും. അതൊരു വലിയ കാര്യമാണ്. ഇതിനൊക്കെ വലിയ സംഭാവനയാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ജസ്റ്റിൻ കുളങ്ങര അങ്ങേപോലെ ഒരാൾ ഇതിൻ്റെ സെക്രട്ടറി ആവുകയും ഇത്തരം ചെറുപ്പക്കാർക്ക് വേണ്ടിയും മുതിർന്നവർക്ക് വേണ്ടിയും ഇത്തരം ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുകയും ആ കൂട്ടായ്മയിലൂടെ ഒരു സ്പോർട്സിൻ്റെ സ്പിരിറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ ബാക്കി മത്സരങ്ങൾ കാണാൻ മന്നം. നന്ദി, നമസ്കാരം. ചർച്ച അവസാനിക്കുമ്പോൾ ഇത് കേവലമായ ഒരു തുടക്കം മാത്രമല്ല, ഇത് മുന്നോട്ട് പോവുകയാണ്. അടിമാലിയെ സംബന്ധിച്ച് അടിമാലിയുടെ സ്പോർട്സ് രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തുടക്കമാണ് ഈ ഫുട്ബോൾ കളി എന്ന് വേണം പറയാൻ. FC പ്രത്യേകിച്ച് ഫുട്ബോൾ ക്ലബ്ബ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ പ്രമുഖരായ കളികളെല്ലാം, പ്രത്യേകിച്ച് കളിക്കാരും ഇവിടെ അരങ്ങേറുകയാണ്, ഇവിടെ എത്തിച്ചേരുകയാണ്. ലോകം മുഴുവൻ ഫുട്ബോൾ അടിമാലി തരംഗമാവുകയാണ്. നന്ദി, നമസ്കാരം.